വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്, സ്പെഷ്യൽ പേഴ്സണിൻ്റെ സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മോഹൻലാൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെയിം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി കാണാൻ പോകുന്നത്. ചെറിയ ഉള്ളി ഞാനിവിടെ 10 മുതൽ 15 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, കുറച്ച് വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ചുവന്ന മുളക് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അതല്ല ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എനിക്കിവിടെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പെരുംജീരകം, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. നമ്മൾ മുളക് പൊടിയൊന്നും ഈ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങയാണ്, ചുട്ടെടുത്ത തേങ്ങയാണ്. ചുട്ടെടുത്ത തേങ്ങ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി വേണ്ടത് ചിക്കനാണ്. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി എടുത്തേക്കുന്നതാണ്. ബോൺ അധികം ഇല്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുക്കുക. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ചതച്ചെടുത്തതാണ്. നിങ്ങൾക്കിനി ചതച്ചെടുക്കാൻ കല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ എങ്ങനെയാണ് ചുട്ട തേങ്ങ ചുട്ടെടുക്കുന്നതെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. തേങ്ങയുടെ അരമുറി ഞാൻ അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അടുപ്പുള്ളവർ അതിലേക്ക് ഇട്ട് കൊടുത്താൽ എളുപ്പമായിരിക്കും. ഗ്യാസ് അടുപ്പുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് ഫുൾ ചുട്ടതിന് ശേഷം ആ ചിരട്ടയിൽ നിന്ന് അത് അടർന്നു വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാനൊന്ന് ചുട്ടപ്പോൾ കറക്റ്റായിട്ടത് വരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് പപ്പടക്കമ്പി കൊണ്ട് വല്ലം കുത്തിയെടുത്ത് അതൊന്ന് നന്നായിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് ഓരോരോ പീസും ചുട്ടതിന് ശേഷം ഇതാണ് പീസ്. അതിനെ കുറച്ചുകൂടെ ചെറുതാക്കിയതിന് ശേഷം കല്ലിലൊന്ന് ചതച്ചെടുത്തു. കല്ലില്ലാന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് കുറച്ചായിട്ട് മുറിച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ്സ് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാനിവിടെ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂണും അതോടൊപ്പം ഗരം മസാലയും 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി സ്പൈസസിൽ ലാസ്റ്റായിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതല്ല ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുട്ട തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ചായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. നമ്മൾ സ്പൈസസ് നേരത്തെ ചേർത്തപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചിക്കൻ കറിക്ക് നമ്മൾ വെള്ളം ശകലം പോലും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തു. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ഉപ്പ് ചേർക്കുക. ഇല്ലെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. വീണ്ടും നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ചിക്കൻ വേവാൻ വേണ്ടി അടച്ചു വെക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് ഒരല്പം പോലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ പാനിൽ അടിക്ക് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അടച്ചു വെക്കാൻ നേരം ആദ്യം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം. അടിക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൂടുതലുണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനാണ് ഞാൻ തുറന്നു നോക്കാൻ പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തുറക്കുക, ഒന്ന് ജസ്റ്റ് ഇളക്കുക, വീണ്ടും അടച്ചു വെക്കുക. ഇപ്പോൾ 25 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നു നോക്കുകയാണ്.
നല്ല ഒരു മണം വരുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു വാസനയാണ് കേട്ടോ. നല്ല ഒരു ചുട്ട തേങ്ങയുടെയും പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുരുമുളക് എല്ലാത്തിനെയും കൂടി ചേർന്ന് നല്ലൊരു വാസനയാണ്. ഇതെന്തായാലും ഒരു അടിപൊളി ചിക്കൻ കറി ആയിരിക്കും. പിന്നെ ഈ ടൈമിൽ ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കൈയളവൊന്നും പറയാനില്ല. അവരവർക്ക് ചേരുന്ന രീതിയിലുള്ള സ്പൈസും ഉപ്പും ചേർത്ത് അങ്ങ് ചിക്കൻ കറി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലാലേട്ടൻ്റെ ചിക്കൻ കറി ആകുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. ഇനി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം ചതച്ച് എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെയും പിന്നെ ചുട്ട തേങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി. ഹാറ്റ്സ് ഓഫ് ടു ലാലേട്ടൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സജഷൻ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.